ഹായ് ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം എന്താണെന്നല്ലേ, ഇപ്പോൾ നമ്മളെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ ബൈക്ക് കയറ്റിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാറിലാണ് ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കുറച്ച് മാസമായല്ലോ, അപ്പോൾ അവൾക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എന്ത് നമ്മുടെ ബൈക്ക് യാത്ര. അപ്പോൾ ഒരു പൂതി പറഞ്ഞത് അന്ന് ബൈക്ക് പോയാൽ ആശിക്കാം, നമുക്ക് കുറച്ച് ദൂരം, അങ്ങനെ അധികം ദൂരമൊന്നും വേണ്ട, കുറച്ച് ദൂരം ബൈക്ക് പോകാം. അപ്പം ഞാൻ വിചാരിച്ച് ഓളെയും കൊണ്ട് ബൈക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ബൈക്ക് അവിടെ നിന്ന് ഏത് എത്താത്ത ഞാൻ ഒച്ചുണ്ടാക്കിയിട്ട് നോക്കുന്നു, എനിക്ക് ഇവരെന്താ ചെയ്യുന്നത് നോക്കെടുക്കാൻ പറ്റാത്ത. അപ്പോൾ എന്താ പറയുക നോക്കുന്നു ഇവര്. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ഇറങ്ങാണ് പോലെ. എന്നാലും സംഭവം ഇപ്പോൾ വൈകുന്നേരമായി, എന്നാലും നമ്മൾ അധികം ദൂരമൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു സ്ഥലമുണ്ട്, അവിടെ പോയല്ലേ പോയക്കല്ലേ എന്താ കാപ്പൺ. ആ ഇല്ല, ഹെൽമെറ്റ് രണ്ടെണ്ണം കയ്യിലോട് പോയി, ഉള്ളിലുണ്ട് അവിടെ ഇല്ല. ഓ ഇവിടുത്തെ ഹെൽമെറ്റൊക്കെ കൂടെ പോയി. ഹെൽമെറ്റ് ഇല്ലാണ്ട് വന്നാൽ പോലീസ് പിടിച്ച് ഇവനെ കൊണ്ടുപോവാ. ഇനി ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി തൽക്കാലം നോക്കാം നമുക്ക്. ഹെൽമെറ്റ് സുട്രി വന്നൂരെ പാർത്ത് ഞാൻ എടുത്തരാം. മതി 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 മറ്റേ എസ് എഴുതിയത് ഞാൻ എടുത്തു തരാം ഗൈസ്. അങ്ങനെ ഞാനിപ്പോ നമ്മളിപ്പോ എത്തിയത് ഇവന് ഞാനൊരു സ്വിറ്റ്സർലാൻഡ് ബിൽഡിംഗ് കാണിച്ചെടുത്തതോ. നമ്മള് സ്വിറ്റ്സർലാൻഡ് നമ്മള് വിട്ട് കിട്ടോ വെറുതെ പറഞ്ഞ ഗൈസ്, നമ്മളിതിനും വെട്ടിക്കുണ്ട്. നമ്മള് വെറുതെ നമ്മൾ തന്നെ പറയുന്ന സ്വിറ്റ്സർലാൻഡ്. ഇത് കാണുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലാ. പക്ഷെ നമ്മള് കഴിഞ്ഞ വർഷം വന്നപ്പോ നല്ല വെള്ളമില്ല ഇവ. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര ഈ പ്രാവശ്യം വളരെ മോശമായ വെള്ളം. ഇരുന്ന് ബോർ അടിച്ചിട്ട് ആശിക്കാനോട് പറഞ്ഞോട്ടോ. യെസ്, എവിടെ കഴിയാലോ പോവാന്ന്. എനിക്ക് മാത്രമല്ല, പ്രഗ്നൻസി ആ ടൈമിൽ ഫസ്റ്റ് ടൈം അല്ല ബൈക്ക് കയറുന്നത്. അപ്പൊ നമ്മള് പാവങ്ങാട് വരെയൊക്കെ പോയി. അത് സ്റ്റാർട്ടിങ്. പക്ഷെ ഭയങ്കര പുതിയ ആൾക്ക് ബൈക്ക് പോകണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇറങ്ങി നട്ടോ. പക്ഷെ ഇവിടുത്തെ വെള്ളമൊക്കെ വളരെ മോശം. ശരിക്കും പറഞ്ഞാല് ബൈക്ക് പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആശിക്ക കൊണ്ടുപോകൂല. എന്റെ വീട്ടില് ഉമ്മ പറയും പോണ്ടാന്ന്, പാപ്പ പറയും പോണ്ടാന്ന്. പിന്നെ ആശിക്ക എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം എന്താ അറിയോ, നമ്മൾ ഈ മിനി വ്ളോഗിലേ അത് മിനി വ്ളോഗില് നമ്മളിപ്പോ രാവിലെ കഴിക്കുന്നതാ, ചിലപ്പോ ഉച്ച കഴിക്കുന്നതായിരിക്കും, ചിലപ്പോ രാത്രി, അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ട് നമ്മളൊരു മിനി വ്ളോഗ് ആക്കാണല്ലോ ചെയ്യാ. അതിലൊരാള് കമന്റ് ഇട്ടത്, ഒരാളല്ല ഇപ്പൊ 2-3 ആൾക്കാർ കമന്റ് ഇട്ടാണ്, വെറും തീറ്റില്ലേ എങ്ങനെ തിന്നാൻ പറ്റുന്ന ഇങ്ങനെ. പക്ഷെ അതില്ലേ, ഓരോരുത്തർക്കും ഓരോരുത്തർ രീതികളാ. ഓരോരുത്തരുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചിലർക്ക് കഴിക്കാൻ പറ്റില്ല. മുമ്പ് നമ്മള് ഒരു റീലിട്ട സമയത്ത് ഒരു ദിവസം തന്നെ കുറെ കാലത്തിന് ശേഷം കുറെ ഫുഡ് 2 ദിവസത്തെ കണ്ടന്റ് നമ്മളന്ന് മിനി വ്ളോഗ് ആക്കിയത്. ആ കുറെ കാലത്ത് ശേഷം കുറെ ഡിഷസ് ഉണ്ട്. അപ്പോൾ കുറെ തിന്നപ്പോൾ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞ് ഇതെന്തോ ഒരു തീറ്റ അടിച്ചത്. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോണ്ട് ഒരു മടുപ്പുമായി, വേണ്ട 4-5 അതിന്റെ പിറ്റേന്ന് മുതല് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ആശിക്കാനെ പറഞ്ഞു, ആശിക്കാനി ഞാൻ കഴിക്കുന്ന കാര്യങ്ങളൊന്നും ഇടല്ലേ. അപ്പൊ എന്താ പറയാ, അങ്ങനല്ലേ. അല്ലാണ്ട് നമുക്ക് എന്താ പറയാ, അത് എല്ലാവർക്കും ഉണ്ടാവുകയില്ല. ഇപ്പൊ ഈ ഛർദിയും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയാം നമുക്ക് എല്ലാ വുമൻസും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഒരു നടത്തം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, പോസിറ്റീവ് എനർജി. ഇവിടുത്തെ വെള്ളമൊക്കെ അടിപൊളിയും. പക്ഷെ ഇപ്പൊ നല്ല രസമില്ലേ നോക്കുക. എനിക്ക് തോന്നുന്നു അവിടെ ഒക്കെ മീൻ വളർത്തുന്ന തരാന്ന് തോന്നുന്നു. ഇതൊരു റിസോർട്ട് ആണെന്ന് ആർക്കറിയാം. വെള്ളം കൂടി വരുന്നത്. ഇതൊക്കെ മറ്റേ കെട്ടുകളാണ്, മറ്റേ മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. ആമസോൺ ഫോറസ്റ്റ് മതില്ലേ കാണാൻ. പിന്നെ ആമസോൺ ഫോറസ്റ്റ് ചെറിയൊരു മിനി ഫോറസ്റ്റ് മതി കാണാൻ. ഭയങ്കര കാടില്ലത്. ഇതൊന്ന് ഫോക്കസ് ചെയ്യാ സൈഡിലേക്ക്, അതല്ല അപ്പുറത്തേക്ക്. അതാ നോക്ക്, എന്താ ചളിവെള്ളല്ലേ? വെള്ളമൊക്കെ ചളിവെള്ളം തന്നെ. എന്താണ് സ്പെഷ്യൽ? നോ സ്പെഷ്യലാ. കട്ട്ലൈറ്റ് പൊരിച്ചോണ്ട് നിൽക്കാണ്. കട്ട്ലറ്റ് കഴിക്കാൻ ആഗ്രഹം വന്നിട്ട് ഇപ്പൊ കട്ട്ലൈറ്റ് ഉണ്ടാക്കാം. ഉമ്മ കൊടുത്തയച്ചതാ അല്ലേ? ഉമ്മ ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തയച്ച് മോളെ ആവശ്യമുള്ളപ്പോ ഉണ്ടാക്കി കഴിക്കുന്നത് അല്ലേ? പൊരിച്ച് കഴിഞ്ഞോ സാധനം? ചിക്കൻ കട്ട്ലൈറ്റ് ഒക്കെ ഐസ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. വേറെ സംഭവം ഉണ്ട്, ഞാൻ വീട്ടിൽ എടുത്തില്ല. അട ഉണ്ടായിന്, അട നമ്മൾ കഴിച്ചു പോയല്ലോ, അതുകൊണ്ട് വീട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എവിടെ? അപ്പൊ നമുക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിലത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നൈസ് പ്രൊഡക്റ്റാണ്. നമ്മളത് ഇങ്ങനെ കണ്ടോ, ഐസ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് ഉള്ള മറ്റേ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ്, അതേമാതിരി ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരാൾ ചെയ്ത് ഞാൻ കാണിച്ചു കണ്ടോ, അവിടെ ഒരാൾ ബീട്രൂട്ട് ഇട്ടാ ചെയ്യുന്നത്. ഞാൻ മറ്റേ സാധാരണ നമ്മൾ ഐസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരാൾ ബീട്രൂട്ട് ഇട്ടാ ചെയ്യുന്നത്.
നമുക്കിതിലേ ഇപ്പൊ ഉം. ഐസ് മാത്രല്ല ഉം. ബീട്രൂട്ട്, അതേപോലെ തന്നെ നമുക്ക് പപ്പായ, റൈസ് വാട്ടർ ഒക്കെ ചെയ്യും. റൈസ് വാട്ടർ, അതേപോലെ തന്നെ പപ്പായ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇത് ജസ്റ്റ് ഒരു സിലിക്കണിന്റെ ഒരു ഇതാണ് നമുക്ക് ഗോൾഡ്, അതായത് മോൾഡ്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഒരു ചെറിയൊരു ഇതാണ്. ഇതൊന്ന് ഊരി കൊടുക്കുമ്പോ ബ്ലഡ് കാണിച്ചു കൊടുക്കാം, അവള് കാണിച്ചു തരുക. കണ്ടോ, ഇതിന്റെ ക്യാപ്പാണ് ഗൈസ്. ഞാൻ എന്താ വിചാരിക്കുന്നത് തലയിൽ എന്താണ് ഒരു ഇതാണ്. ആ ക്യാപ്പിൽ എങ്ങനെ ഇട്ടിട്ട് ഇതാണ് ഇതിന്റെ ക്യാപ്പാണിത്. ഇതിങ്ങനെ ഇടാം. ഇതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഐസാക്ക. ഇതിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യാം. സംഭവം നല്ല എന്താ പറയാ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചു നോക്കിയായിരുന്നു. ഇപ്പൊ ഇത് വാങ്ങിച്ചതിന് ശേഷം അവിടെ കണ്ടില്ല നിങ്ങള് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യലാണ് പരിപാടി അല്ലേ? നല്ല സുഖമുണ്ട്, നല്ല സുഖം. ചില ആൾക്കാർ പറയുന്നത് ഡയറക്റ്റ് ഐസ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് കാണുന്നത് എന്താ വെച്ചാല് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. അതേപോലെ തന്നെ കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് എല്ലാം പോവും. ലൈക്ക് അങ്ങനെ നമുക്കില്ലേ എന്തും നമ്മളിങ്ങനെ പൊടിക്കൈകളൊക്കെ കാണലില്ലേ ഐസ് ചെയ്തിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം ഇതിലൂടെ നടക്കും. വേറെ യൂസ്ഫുൾ ആയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചില സമയത്തൊക്കെ നമ്മളെ മൊയച്ചാലൊക്കെ ഐസ് ചെയ്യില്ലേ, അങ്ങനത്തെ വീട്ടിൽ അത്യാവശ്യം പല്ല് പറിച്ചാല് അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്താക്കാ ഈ സിലിക്കണിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യൂസ്ഫുൾ ആണ്. കാരണം അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് വലിയൊരു തേച്ച് കഴിയുന്നതാട്ടോ. അത് ഫുള്ള് നിറച്ചിരുന്നു അല്ലേ? പിന്നെ അത് എന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലൊരു എന്താ പറയാ ഒരു അടയ്ക്കാനുള്ള ഒരു സംഭവം ഉണ്ട് തുറക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഫുള്ളായിട്ട് ബോട്ടിൽ അടച്ചിട്ട് അതിനുള്ളിൽ കൂടെ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലേ? ഇത് കഴിയാനായതോ? ഇതിങ്ങനെ എടുക്കാൻ പറ്റിയേക്ക്? പിന്നെ ആരത് എടുക്കാൻ എടുക്കാം? ഇത് കഴിയാനായി ഓൾറെഡി. കണ്ടോ അതിന്റെ അടിയിലാ മൊത്തം സത്തുള്ളത്. തിരിച്ചിട്. ഓ നമുക്ക് അങ്ങനെ എങ്ങനെ വേണേ യൂസ് ചെയ്യണ്ട ഗൈസ്. ബീട്രൂട്ട് മൊത്തം താഴത്തുള്ളത് കേട്ടോ, കൈമേലല്ലതാ. അപ്പൊ എന്തായാലും നൈസാണ് സംഭവം, നല്ല നൈസ് പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോ 2-3 ദിവസത്തെ അടിപൊളിയാണ്. ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്തു. ഓരോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരീക്ഷണ വസ്തുവാ ഞാന്. ഇന്ന തേച്ച് വരച്ച് പണിയാക്കലാണ് മെയിൻ പരിപാടി. ആ മറ്റേ പേര് ഫേസ് ക്രീം, സ്കിൻ ക്രീം, അങ്ങനെ പല സാധനങ്ങളും ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്താണ് പരീക്ഷിക്കാം. ഇത് 2 ദിവസം ട്രൈ വെച്ചോക്കെ ഇന്നങ്ങനെ ഒരു പുരാവസ്തുവായിട്ട് വല്ല മാറ്റം ഉണ്ടോ എന്ന്, വല്ല കുരുവോ അല്ലെങ്കിൽ കറുത്ത പാടോ കരിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇട്ടളഞ്ഞിട്ട് വേറെ പ്രൊഡക്റ്റ് വാങ്ങിച്ചോണ്ട് വരും. പിന്നെ അങ്ങനെ ഞാൻ ചെയ്യൂല. നിങ്ങളെ വൈഫുമാർക്ക് എങ്ങനെയാണ് ഗൈസ്? വീട്ടിലുള്ള ഭർത്താക്കന്മാർ ഒരു പരീക്ഷണ വസ്തുവാക്കി യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയും ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിലെ കൊലായി കുത്തിയിരുന്നു തന്നെ ചെയ്യുന്നത്. മതി. വീഡിയോ എടുക്കുന്ന എല്ലാരും കാണുന്നില്ലേ? ശരിയാണല്ലോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോ ഞാൻ നമ്മള് മരം മാത്രമല്ല കാണിക്കുന്നുള്ളൂ. നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലേ? നല്ല ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ളല്ലേ? അപ്പൊ നമ്മളെ എന്താ പറയാ പരിപാടികളൊക്കെ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഇല്ല ഇവിടെ ഇയാളതാണ് മെയിൻ പരിപാടി. ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഷോപ്സി തുടങ്ങിയ സൈറ്റിലൂടെ എന്തൊക്കെ പുതിയ പ്രൊഡക്ട്സ് കാണുന്നു അതൊക്കെ വാങ്ങിച്ചു കൂട്ടലാണ് ഇവരുടെ മെയിൻ പരിപാടി. കണ്ടോ ഞാൻ തേച്ചെടുത്ത് ആശിക കുറച്ച് വെളുത്തതുണ്ടില്ലേ? യെസ്, നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമ്മളെ പേജ് ഇടുന്നുണ്ട്. നിങ്ങൾക്കും കാണാം, ഇഷ്ടപ്പെട്ടാ വാങ്ങിക്കാം, ഇഷ്ടപ്പെട്ടില്ലേ വാങ്ങിക്കണ്ട അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. എന്താ പറയാ, നമ്മളെ കൂടുതൽ വീഡിയോസ് ഒക്കെ നമുക്ക് അടുത്ത